വഴി തടഞ്ഞെന്നാരോപിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ പരാതി. അതിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു പോലീസ്. സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ കേസെടുക്കാതെയാണ് ഞൊടിയിടയിൽ മാധ്യമപ്രവർത്തകർക്കെതിരായ സർക്കാർ നടപടി. അതിനിടെ തൃശൂരിൽ വിരിഞ്ഞത് താമരപ്പൂവല്ല ചെമ്പരത്തിപ്പൂവാണെന്ന് പരിഹസിച്ച് മുൻ MP TN പ്രതാപൻ രംഗത്തെത്തി. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയ കയ്യേറ്റം വെളിവാക്കുന്ന ദൃശ്യങ്ങൾ, പരാതിയും സാക്ഷിമൊഴിയും. പക്ഷേ വഴി തടഞ്ഞുവെന്ന കേന്ദ്രമന്ത്രിയുടെ പരാതിയിൽ കാമ്പും കഴമ്പും നോക്കാതെ മണിക്കൂറുകൾക്കുള്ളിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് സർക്കാർ കേസെടുത്തത്. മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന് കാട്ടി മുൻ MLA അനിലക്കര നൽകിയ പരാതിയിൽ ഇന്ന് മൊഴി രേഖപ്പെടുത്തിയതല്ലാതെ ഒരു നടപടിക്കും സംസ്ഥാന പോലീസ് തുനിഞ്ഞിട്ടില്ല. പോലീസിന്റെ ഏകപക്ഷീയമായ നടപടിയിൽ പത്രപ്രവർത്തക യൂണിയനിൽ നിന്നടക്കം ഉയരുന്നത് ശക്തമായ പ്രതിഷേധം. രാജ്യചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത നടപടിയാണ് സുരേഷ് ഗോപിയുടേതെന്ന മുൻ MP TN പ്രതാപൻ. ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ മൊഴി കൊടുത്ത ഏതെങ്കിലും ചലച്ചിത്ര താരങ്ങളുടെ തങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ള കുറ്റബോധം സുരേഷ് ഗോപിയെ വേട്ടയാടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ചിലർ പറഞ്ഞു കേരളത്തിൽ ആദ്യമായി തൃശ്ശൂരിൽ താമര വിരിഞ്ഞു എന്നും. തൃശ്ശൂരിൽ വിരിഞ്ഞ താമരയല്ല, തൃശ്ശൂരിൽ വിരിഞ്ഞിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. സംസ്ഥാനത്തെ പോലീസ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോഴും സുരേഷ് ഗോപിയുടെ നടപടിയെ CPIM ജില്ലാ നേതൃത്വം തള്ളി. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവരോടും മാന്യമായി പെരുമാറേണ്ട ഒരു ബാധ്യത ഏറ്റവും ചുരുങ്ങിയത് ആ നിലയിലെങ്കിലും ആ ഒരു അന്തസ്സ് കാണിക്കേണ്ടതല്ല. അത് കാണിച്ചിട്ടില്ല. മോശമായ പെരുമാറ്റം, ചീത്ത പറയുക, കയ്യേറ്റം ചെയ്യുക, എന്നിട്ട് വാദിയെ പ്രതിയാക്കുന്ന രീതിയിൽ കേസിന് പോവുക, ഇതൊക്കെ എന്തായാലും അത് ഒരിക്കലും ശരിയായൊരു കാര്യമല്ല. മുകേഷ് MLAയുടെ രാജിയെ ചൊല്ലി പാർട്ടിയും സുരേഷ് ഗോപിയും രണ്ട് തട്ടിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കയ്യേറ്റം ചെയ്യുകയായിരുന്നു. 24 തൃശൂർ.